ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിത്തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. ടെൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു സമയത്ത് വളരെയധികം കഷ്ടത നിറഞ്ഞ ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അവരുടെ കരിയറിലായാലും അവരുടെ സാഹചര്യത്തിലായാലും എന്ത് തന്നെ ആയാലും വളരെ ഭാരപ്പെട്ടൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ടെമ്പറൻസ് ആണ്. ഒരു സമയത്തൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന, സ്നേഹം, കെയർ, സപ്പോർട്ട് ഇതൊന്നും നിങ്ങൾക്ക് തന്നില്ല എന്നത് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, അവർക്ക് സ്നേഹമുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒത്തിരി സ്നേഹമുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പകർന്നു തരണം, നിങ്ങളാണ് അവരുടെ എല്ലാം എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതിനായിട്ട് അവർ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ. കുറച്ച് പേർക്കൊക്കെ ഇതൊരു ട്വിൻ ഫ്ലെയിം ആയിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ബാലൻസ് വേണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട്. ഈ ഒരു കണക്ഷൻ ഒരു ബാലൻസിലേക്ക് പോകണമെന്നൊക്കെ ആൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജസ്റ്റിസ് ആണ്. അപ്പോൾ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു, നീതി നിങ്ങളുടെ ഭാഗത്താണ്, നിങ്ങളായിരുന്നു ശരി, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളാണ് ശരിയെന്നുള്ളത് ഈ വ്യക്തി ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കാണ് ശരിക്കും നീതി തരേണ്ടത്. വ്യക്തി അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, ഒരു സമയത്ത് ഒരു കെയർ ഒന്നും ചെയ്യുന്നുണ്ടായില്ല. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കിന് വില ഉണ്ടാവാത്ത രീതിയിലൊക്കെ ആയിരിക്കാം ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോയിരുന്നത്. നിങ്ങൾ എത്രയൊക്കെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ താഴ്ന്നു കൊടുത്തിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ അത്രയധികം ജെന്യൂനായിട്ട് നിന്നിട്ടും നിങ്ങൾക്കൊരു വിലയില്ലാതിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത്. ഇതായിരിക്കാം നിങ്ങൾ തമ്മിൽ കണക്ഷനോ കോണ്ടാക്റ്റൊക്കെ ആയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളില്ലാത്തതായിരിക്കാം ചിലപ്പോൾ ഒരുപാട് ആളുടെ മനസ്സിൽ ഒരുപാട് മാറ്റം വന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് ആൾ മനസ്സിലാക്കുന്നു, ശരി നിങ്ങളുടെ ഭാഗത്താണെന്നുള്ളതാണ് ആൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഈ ഒരു സമയത്ത് എന്ത് തീരുമാനം എടുക്കണം എന്ന് പോലും ഈ വ്യക്തിക്ക് അറിയാത്ത ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നതാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഒരു പുതിയൊരു തുടക്കം ഇപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നതാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തതായിട്ടും ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ആൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനം എടുക്കേണ്ടതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. അത്രത്തോളം ഈ ഒരു സമയം അവർ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര അട്രാക്ഷനാണ് ഈ ഒരു സമയത്ത്. ഇതിൽ മെയിനായിട്ട് അത് തന്നെയാണ് കാണുന്നത്. ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം നിങ്ങൾ തമ്മിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫിലായാലും ആൾ പല സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആൾക്ക് ഫിനാൻഷ്യലി ആയാലും ഏത് തരത്തിലായാലും ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇതിലൊരു ബാലൻസ് വരുത്താനാണ് ആൾ ആഗ്രഹിക്കുന്നത്. കാരണം ആളുടെ കാര്യത്തിൽ ആൾ ഓക്കെ അല്ല എന്നതാണ് മെയിനായിട്ട് കാണുന്നത്. കാരണം ഇവിടെ എന്ത് കിട്ടിയാലും ആൾക്ക് അതൊന്നും തികയുന്നില്ല. കാരണം
ആളുടെ കരിയറിലൊക്കെ വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ആൾ ഒരുപാട് പിന്നിലാണ്, ആൾക്കൊരു ബാലൻസിലേക്ക് പോകുന്നില്ല, ആളുടെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ കാര്യം ആൾ മറന്നു പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്തൊന്ന് നിങ്ങൾ ശ്രദ്ധക്കുറവ് വരുത്തിയിട്ടുണ്ടാവാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ചില സാഹചര്യത്തിൽ ഈ വ്യക്തി കേൾക്കാതെ പോയിട്ടുണ്ടാവാം. അപ്പം ഇതൊക്കെ ആൾ മനസ്സിലാക്കുന്നു ഈ ഒരു സമയത്ത്. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിക്ക് രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ് എന്നതാണ് മെയിനായിട്ട് കാണുന്നത്. നമുക്ക് ആദ്യം കിട്ടിയ കാർഡും അത് തന്നെയാണ്. ഇനിയിപ്പോൾ ആളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. കാരണം ഇനി ആളുടെ സിറ്റുവേഷനിൽ വളരെ മോശമാണ്. കാരണം ആദ്യം തന്നെ കിട്ടിയ 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഒന്നാമത്തേത് നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ലാതിരുന്ന ഒരു സമയമായിരിക്കാം ഇത്. അതായിരിക്കും ആൾക്ക് കൂടുതലും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം ഇതിനകത്തുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ഇപ്പം നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ക്ലാരിറ്റി തരാനായിട്ട് നിങ്ങളിലേക്ക് വരും. കാരണം ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ന്യായം നിങ്ങളുടെ ഭാഗത്താണ്, അതുകൊണ്ട് ഇതിലൊരു ഒത്തുതീർപ്പ് വേണം. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ചില പേരുടെ കേസിൽ ഫിനാൻഷ്യൽ പരമായ എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, പൈസ സംബന്ധമായ കാര്യം, അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഈ ഒരു വ്യക്തി അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ആൾ വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു റീകൺസിലേഷൻ ആൾ ആഗ്രഹിക്കുന്നു എന്നതാണ് മെയിനായിട്ട് കാണുന്നത്. അത്രത്തോളം സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളോട് ഉണ്ട്. ആൾക്ക് ഒരുപാട് സ്നേഹം വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത്. കാരണം ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഒത്തിരി. കാരണം ആൾക്ക് ഭയങ്കരമായിട്ട് ഒരു സോൾ കണക്ഷൻ നിങ്ങളടുത്ത് തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്കായാലും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പകരം മറ്റാരെയും ആൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ മെയിനായിട്ട് കാണുന്നത് ഈ ഒരു സമയത്ത്. സ്റ്റാറാണ്. ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്ക് ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് ആൾക്ക്. ഈ ഒരു സമയം നിങ്ങളെ ഭയങ്കരമായിട്ട് ആളെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വേൾഡ് കാർഡാണ്. ഇപ്പോൾ ആളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഇതിൽ പരം ഒരു കാർഡ് ഇനി എടുക്കണമെന്നില്ല. കാരണം ഇവിടെ കണ്ടോ, ജഡ്ജ്മെൻ്റ് ആണ്. ഇത് യൂണിവേഴ്സ് തന്നെയാണ് ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റം ഈ വ്യക്തിയിൽ വരുത്തിയത് യൂണിവേഴ്സാണ്. അപ്പോൾ സത്യത്തിൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷനിൽ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. അപ്പം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ വ്യക്തി ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കാം. അപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയെ അറിയുന്നില്ല ഈ വ്യക്തി. കണ്ണ് നഷ്ടപ്പെട്ടപ്പോഴാണ് ശരിക്കും ആൾക്ക് അതിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ വില ശരിക്കും ആൾ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരുന്നു കേട്ടോ. ആളൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. മാർച്ച് മാസം, ഡ്രൈവർ, ലെറ്റർ ടി ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ ഒ, ഇടുക്കി, മലപ്പുറം, വൈ കിട്ടിയിട്ടുണ്ട്. ടൈലറിങ്, റീയൂണിയൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ. ചോതി നക്ഷത്രം, മാരേജ് ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ബ്ലൂ ബട്ടർഫ്ലൈസ്, പർപ്പിൾ കളർ, ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. പുണർത്തം, ലെറ്റർ വി ആണ് വന്നിരിക്കുന്നത്. രോഹിണി നക്ഷത്രം, ജനുവരി, എറണാകുളം, വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം. ഉത്രാടം,
ലെറ്റർ സെഡ് ആണ് 41, ഗ്രീൻ കളർ അനീഴം 45. ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്